നമസ്കാരം. വർക്കിംഗ് ക്ലാസിന്റെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ശമ്പള ബില്ലിൽ അടയ്ക്കുന്ന TDS അതെപ്പോഴും കൃത്യമായിരിക്കണമെന്നില്ല. അതിൽ നമ്മുടെ സാലറി ഉൾപ്പെടെയുള്ള അറിയാവുന്ന ചില വരുമാനങ്ങൾ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ സേവിങ്സ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് പോലുള്ള നമുക്ക് നോർമൽ കോഴ്സിൽ അറിയാൻ കഴിയാത്ത പല ഇൻകവും ഉണ്ടാകും. അതെല്ലാം ആഡ് ചെയ്യപ്പെട്ടു വരുന്ന ഫൈനൽ ടാക്സ് എമൗണ്ട് അത് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ ഫൈനൽ ടാക്സ് എമൗണ്ട് കൂടുതലായി വരുന്നത് എങ്ങനെ പേ ചെയ്യാം, അതിനായി ഇൻകം ടാക്സിന്റെ പോർട്ടൽ തന്നെ സൗകര്യമുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ്. രണ്ട് രീതിയിൽ ഇത് അടയ്ക്കാം. ഒന്നുകിൽ ലോഗിൻ ചെയ്യാതെ പ്രീ ലോഗിനായി അടയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ പേ ടാക്സ് എന്ന സൗകര്യമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ചെയ്യാതെ നമുക്ക് ഇത് അടയ്ക്കാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ലോഗിൻ ചെയ്ത ശേഷം, അഥവാ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷം പോസ്റ്റ് ലോഗിനിൽ അതെങ്ങനെ പേ ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ജീവനക്കാരന്റെ റിട്ടേൺ സമ്മറിയിലാണ്. അവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേംഡ് ആയിട്ടുണ്ട്, ഗ്രോസ് ടോട്ടൽ ഇൻകം കൺഫേംഡ് ആയിട്ടുണ്ട്, ടോട്ടൽ ഡിഡക്ഷൻ കൺഫേംഡ് ആയി, ടാക്സ് പെയ്ഡ് കൺഫേംഡ് ആയി, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി അതും കൺഫേംഡ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ടാക്സ് പെയ്ഡ് നമ്മൾ ഇതുവരെ അടച്ചിട്ടുള്ള ടാക്സ് 1,04,711. നമുക്ക് കിട്ടിയ ടാക്സ് ലയബിലിറ്റി നമ്മൾ ആക്ച്വലി അടയ്ക്കേണ്ടിയിരുന്നത് 1,26,144. അതായത് 1,26,144 അടയ്ക്കേണ്ട സ്ഥലത്താണ് നമ്മൾ 1,04,711 അടച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ടാക്സ് കൂടി അടച്ചാൽ മാത്രമേ നമ്മുടെ ടാക്സ് ലയബിലിറ്റി പൂർണ്ണമായും നമുക്ക് അടച്ചു തീർക്കാൻ കഴിയുള്ളൂ. അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രൊസീഡ് ബട്ടൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. യു നീഡ് ടു മേക്ക് എ പേയ്മെന്റ് ഓഫ് റുപ്പീസ്. ഈ തുകയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. 21,430 രൂപ നമ്മൾ അടയ്ക്കണം. അതെങ്ങനെ അടയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ താഴെ പേ നൗ എന്നൊരു ബട്ടൺ കാണാം. വേണമെങ്കിൽ പേ ലേറ്റർ, നമുക്കിതിന് ശേഷം അടയ്ക്കാം. എന്നാൽ നമ്മളിവിടെ പേ നൗ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പറയുന്നു യു ആർ ബീങ് റീഡയറക്റ്റഡ് ടു പേ ടാക്സ് സർവീസ് ഫോർ പേയ്മെന്റ് ഓഫ് ടാക്സ്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ അസസ്മെന്റ് ഇയർ വന്നിട്ടുണ്ട്. സെൽഫ് അസസ്മെന്റ് ടാക്സ് ആണ്. നമ്മൾ വീണ്ടും കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുന്നു. ഇവിടെ ടോട്ടൽ ടാക്സ് 18,902, സെസ് 756, അതർ ചാർജസ് 1,772, ടോട്ടൽ 21,430 രൂപയാണ് നമ്മൾ അടയ്ക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുന്നു. നമ്മൾ പേ ചെയ്യാൻ പോവുകയാണ്. കണ്ടിന്യൂ. ഇവിടെ നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻസ് പലത് കൊടുത്തിട്ടുണ്ട്. നെറ്റ് ബാങ്കിംഗ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, പേ അറ്റ് ബാങ്ക് കൗണ്ടർ, RTGS, നെഫ്റ്റ്, അതുപോലെ തന്നെ പേയ്മെന്റ് ഗേറ്റ് വേ ഇൻക്ലൂഡിംഗ് UPI ആൻഡ് ക്രെഡിറ്റ് കാർഡ്. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ വെച്ച് ചെയ്യാം, ഫോൺ പേ വെച്ച് ചെയ്യാം. ഇങ്ങനെ പല രീതിയിലുള്ള പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ നെറ്റ് ബാങ്കിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിൽ പല ബാങ്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, HDFC, ICIC. നമ്മൾ ഏത് ബാങ്കാണോ, ഇതൊന്നും അല്ലെങ്കിൽ അതർ ബാങ്ക്സ് നോക്കുക. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഇതിൽ കാണിച്ചിട്ടില്ല. നമുക്ക് അതർ ബാങ്ക് നോക്കിയാൽ അതർ ബാങ്കിൽ ഫെഡറൽ ബാങ്കിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ HDFC ബാങ്ക് എടുക്കുകയാണ്. സെലക്ട് ചെയ്തു, കണ്ടിന്യൂ കൊടുക്കുന്നു. വീണ്ടും പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മുടെ ബാങ്ക് HDFC ബാങ്ക്, പേ നൗ കൊടുക്കുന്നു. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഐ അഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. സബ്മിറ്റ് ടു ബാങ്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. സബ്മിറ്റ് ടു ബാങ്ക്. ബാങ്കിന്റെ പേജിലേക്ക് എത്തുകയാണ്. ഇവിടെ പേ യൂസിംഗ് നെറ്റ് ബാങ്കിംഗ് ക്ലിക്ക് ഹിയർ. കോർപ്പറേറ്റ് യൂസേഴ്സ് പേ യൂസിംഗ് ENET ക്ലിക്ക് ഹിയർ. നമ്മളിവിടെ നെറ്റ് ബാങ്കിംഗ് ക്ലിക്ക് ചെയ്യുന്നു. കസ്റ്റമർ ID നമ്മളിവിടെ എൻ്റർ ചെയ്യുകയാണ്. കസ്റ്റമർ ID, നമ്മുടെ ബാങ്കിൻ്റെ ഒരു കസ്റ്റമർ ID ഉണ്ടാവുമല്ലോ, നമുക്ക് നമ്മുടെ പാസ്ബുക്കിൽ നോക്കിയാൽ കിട്ടും. കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ പാസ്വേഡ് ലോഗിൻ ചെയ്യുന്നു. ഇവിടെ 21,430 ആണ് നമ്മുടെ എമൗണ്ട്. കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ മൊബൈലിലേക്കൊരു 6 ഡിജിറ്റ് OTP വന്നിട്ടുണ്ട്. അത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ചെല്ലാൻ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ചെല്ലാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്നു. ആ ചെല്ലാൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞു.
ഇനി നമുക്ക് വീണ്ടും ബാക്ക് ടു റിട്ടേൺ ഫയലിംഗ് ചെല്ലാം. റിട്ടേൺ സമ്മറിയിലേക്ക് പോവുകയാണ്. റിട്ടേൺ സമ്മറിയിൽ എത്തിയപ്പോൾ ടാക്സ് പെയ്ഡ് 1,26,141 ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയും അത് തന്നെയായിരുന്നു. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എമൗണ്ട് 1,04,711 ആയിരുന്നു. ഇപ്പോൾ മുഴുവൻ തുകയും നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ മെസ്സേജ് മാറി വന്നു. യു നീഡ് ടു മേക്ക് എ പേയ്മെന്റ് ഓഫ് 0. അതായത് നമ്മൾ അടയ്ക്കേണ്ടിയിരുന്ന തുക കൂടി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ 0 വന്നു. ഇനി നമുക്കിതിനെ പ്രിന്റ് എടുക്കാം. വേണമെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നു. പ്രിവ്യൂ റിട്ടേൺ ഒരിക്കൽ കൂടി നോക്കുന്നു. വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ടിക്ക് ചെയ്തു. പ്രൊസീഡ് ടു പ്രിവ്യൂ. ഇനി നമ്മൾ പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കുകയാണ്. വാലിഡേഷൻ സക്സസ്ഫുൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ആണ്. ഇത്രയുമാണ് നമ്മൾ പേ ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങൾ. ഇനിയുള്ളത് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ആണ്. അത് നിങ്ങൾക്കറിയാം. ബാക്കി ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പറഞ്ഞത് പേ ചെയ്യുന്നത് എങ്ങനെയെന്ന് മാത്രമാണ്. അത് അറിഞ്ഞുകൂടാത്തവർ വളരെ കുറവാണ്. അറിഞ്ഞുകൂടാത്ത ചിലരെങ്കിലും ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.